യേശുക്രിസ്തുവിൻ്റെ ജനനം ലോകമെമ്പാടും കൊണ്ടാടുന്നുണ്ട്. പാശ്ചാത്യ നാടുകളിൽ, അമേരിക്കൻ കോണ്ടിനെന്റുകളിൽ ഡിസംബർ 1 മുതൽ ജനുവരി 6 വരെ അത് വലിയൊരു ആഘോഷമാണ്. അഡ്വന്റ് എന്ന് പറഞ്ഞാൽ അത് ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. എന്നാൽ പൗരസ്ത്യ പാരമ്പര്യമുള്ള നമുക്ക് ഡിസംബർ 1 മുതൽ 25 ദിവസങ്ങൾ ഉപവസിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ തിരുനാളിൽ, ജന്മ തിരുനാളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടാണ് നമ്മൾ ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്ന, ഇല്ലേ പാടുന്ന, ഏറ്റുപറയുന്ന ഒരു വാക്യമുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എനിക്ക് തോന്നുന്നു ക്രിസ്മസിന്റെ സന്ദേശം ഇതുതന്നെയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകണമെങ്കിൽ ഭൂമിയിൽ സന്മനസ്സുള്ളവരായ ജനങ്ങൾ ഉണ്ടാകണം, അവരുടെ ഇടയിൽ സമാധാനം ഉണ്ടാകണം. അപ്പോൾ ഭൂമിയിൽ സന്മനസ്സുള്ള വ്യക്തികളെ, അതുപോലെ തന്നെ അവരുടെ ഇടയിൽ സമാധാനം സ്ഥാപിക്കുവാനായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും സമാധാനത്തിൽ നല്ല മനസ്സോടുകൂടി ജീവിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ മാലാഖമാർ ദൈവത്തെ സ്തുതിക്കും, സ്വർഗം സന്തോഷിക്കും. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ സമാധാനത്തോടുകൂടി ജീവിക്കണം, സമാധാനം നമ്മൾ പങ്കുവെച്ചുകൊണ്ട് ജീവിക്കണം, സ്നേഹത്തിൽ ജീവിക്കണം. യേശു തമ്പുരാന്റെ വിടവാങ്ങൽ പ്രസംഗത്തിലും ഇതുതന്നെയാണ് തന്റെ സ്ത്രീയന്മാരോട് കർത്താവ് പറയുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ട് പോകുന്നു, ഈ സമാധാനത്തിൽ നിങ്ങൾ ജീവിക്കുവിൻ എന്നാണ് നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം. പ്രിയമുള്ളവരെ, ഒരു സംഭവ കഥ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്മസിന്റെ തലേ ദിവസം മാർട്ടിൻ എന്ന് പറയുന്ന ഒരു കോബ്ലർ എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കുത്തി, അദ്ദേഹം തന്റെ കടയെല്ലാം അടച്ചിട്ട് കുളിച്ചിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇരിക്കുമ്പോൾ ബൈബിൾ തുറന്ന് വായിച്ചു, പ്രാർത്ഥിച്ചു. അദ്ദേഹം കർത്താവിനോട് ഒരു ആഗ്രഹം പറയുകയാണ്, ക്രിസ്മസ് നാളില് എനിക്ക് നിന്നെ കാണണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. മാർട്ടിൻ കിടന്നുറങ്ങി. രാത്രിയിൽ സ്വപ്നത്തില് അദ്ദേഹത്തിന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്, ഞാൻ നിന്നെ നാളെ കാണാൻ വരുന്നു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് തൻ്റെ ഈ മുറിയെല്ലാം വൃത്തിയാക്കി തൂത്ത് തുടച്ചു, ബ്രെഡും കാപ്പിയും എല്ലാം റെഡിയാക്കി കർത്താവിനെ നോക്കിയിരിക്കുകയാണ്. ഒരു വൃദ്ധനായ മനുഷ്യൻ തണുത്ത് വിറച്ച് അവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹം ബ്രെഡും കാപ്പിയും എല്ലാം കൊടുത്ത് തണുപ്പിനായിട്ട് ഒരു ബ്ലാങ്കറ്റും കൊടുത്ത് കുശലമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഒരു കരയുന്ന കുഞ്ഞുമായിട്ട് വന്നു. ആ കുഞ്ഞിന് കുറച്ച് പാലുമൊക്കെ ചൂടാക്കി ആ കുഞ്ഞിനും കൊടുത്ത് ഈ സ്ത്രീക്ക് കുറച്ച് ഭക്ഷണം കൊടുത്ത് സന്തോഷത്തോടു കൂടി ആ സ്ത്രീയെയും കുഞ്ഞിനെയും പറഞ്ഞയച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു യുവാവ്, ഒരു കൊച്ചു പയ്യൻ വിശപ്പ് കൊണ്ട് തൊട്ടടുത്തുള്ള കടയിലെ ആപ്പിള് മോഷ്ടിക്കുകയാണ്. ഓടിച്ചെന്ന് ആ പയ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നീ ഇത് ചെയ്യരുത്, അത് തിന്മയാണ്. അദ്ദേഹം വിളിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹത്തെ ആ പയ്യനെ ഉപദേശിച്ചിട്ട് പറയുകയാണ്, നിനക്ക് വിശപ്പുണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുക, പക്ഷെങ്കിൽ നീ മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പയ്യന് കുറച്ച് ബ്രെഡും എല്ലാം കൊടുത്ത് ഭക്ഷണമെല്ലാം കൊടുത്തിട്ട് ആ പയ്യനെ പറഞ്ഞു വിട്ടു. സന്ധ്യയായിട്ടും യേശുവിനെ കണ്ടില്ല. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ കാണാൻ സാധിച്ചില്ല, നീ വന്നില്ലല്ലോ നീ പറഞ്ഞിട്ട്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഐ വാസ് ദ ഓൾഡ് മാൻ, ഐ വാസ്
the woman with the child. I was the young boy. അപ്പോൾ ഇതായിരുന്നു ഞാൻ 3 തരത്തിൽ നിന്റെ ഇരുത്ത് വന്നു. നീ എന്നെ സംരക്ഷിച്ചു, നീ എനിക്ക് വേണ്ടുന്നതെല്ലാം തന്നു. പ്രിയമുള്ളവരെ, ക്രിസ്മസ് എന്ന് പറയുന്ന ഇതാണ്. ക്രിസ്മസിന്റെ സമയത്ത് നമ്മൾ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കും, സന്തോഷം പങ്കുവയ്ക്കും, കേക്ക് പങ്കുവയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളുടെ എല്ലാം തന്നെ പങ്കുവയ്ക്കും. ക്രിസ്മസിന്റെ അന്ന് രാത്രിയിൽ കഴിഞ്ഞ ദിവസം ജെയ്സൺ അച്ഛനെ വരാൻ താമസിച്ചു അഡ്വാളയിൽ നിന്ന്. ഞാൻ അച്ഛനെ വിളിച്ചു. 11 മണി കഴിഞ്ഞപ്പോഴും വന്നില്ല. വന്നു കഴിഞ്ഞ് 12 മണിയാകാറായപ്പോൾ അച്ഛൻ തിരിച്ചെത്തിയത്. ഞാൻ ചോദിച്ചു എന്തു പറ്റി? അപ്പോൾ പറഞ്ഞു, പെരിയശാന്തിയിൽ ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു കാറിൽ ഒരു ഫാമിലി ഉണ്ട്. ഈ ഫാമിലി അവരുടെ വണ്ടിയുടെ ടയർ പഞ്ചറായി. അവർ കൈ കാണിച്ചു, വണ്ടി നിർത്തി. കുറച്ച് ബ്രദേഴ്സും ഉണ്ടായിരുന്നു. അച്ഛൻ ഇറങ്ങി കുപ്പായമെല്ലാം മടക്കി കെട്ടിയാൻ വെച്ചിട്ട് ആ ടയറെല്ലാം മാറ്റി കൊടുത്തു. അതുകൊണ്ട് ലേറ്റായി, കയ്യിലെല്ലാം കരിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, അച്ഛാ ഇതാണ് യഥാർത്ഥ ക്രിസ്മസ്. പ്രിയമുള്ളവരെ, ഇതാണ് യഥാർത്ഥ ക്രിസ്മസ് എന്ന് പറയുന്നത്. പങ്കുവയ്ക്കലിൻ്റെ, സ്നേഹം പങ്കുവയ്ക്കലിൻ്റെതാണ് ക്രിസ്മസ്. നമ്മൾ കേക്കും കാർഡും അതുപോലെ തന്നെ ഗ്രീറ്റിംഗ്സും എല്ലാം അയക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് നമ്മൾ അത് പങ്കുവെക്കുകയാണെങ്കിൽ ഇതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇന്ന് ഇച്ചിലമ്പാടിയിലെ ക്രിസ്ത്യാനികളായ നമ്മൾ ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ ഒരു അവരുടെ ഈ സംഘടനയിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നാടിന് കൊടുക്കേണ്ട സന്ദേശം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യൂണിറ്റിയാണ്. നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു സന്ദേശമാണ് നൽകേണ്ടത്. ഡിനോമിനേഷൻസ് ഒക്കെ പലത് കാണും. ആസ് ക്രിസ്ത്യൻസ് വി ആർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ആയതിനാൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. എന്തുവാണ്? സ്നേഹം പങ്കുവെച്ച് ജീവിക്കുക. മറ്റുള്ളവരിൽ യേശു ക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് സാധിക്കണം. ഏത് ഡിനോമിനേഷൻ ആണെങ്കിലും കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം. അത് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് ക്രിസ്ത്യാനിയുടെ പേരും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് യാതൊരു പ്രയോജനമില്ല. പ്രിയമുള്ളവരെ, മദർ തെരേസ തന്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നത്. നമ്മളെ പലരും കണ്ടു കാണുമായിരിക്കും. എനിക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. 3 വർഷക്കാലം കൽക്കട്ടയിൽ പഠിക്കുമ്പോൾ പല പ്രാവശ്യം മദറിന്റെ കൂടെ ആയിരിക്കുന്നതിനും കുർബാനയിൽ സംബന്ധിക്കുന്നതിനും ഉള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മദർ പറഞ്ഞ ഒരു കാര്യം, മറ്റുള്ളവരിൽ എൻ്റെ യേശുവിന്റെ മുഖം എനിക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നന്മ പ്രവർത്തികൾ ചെയ്യുന്നത്. എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുകയില്ല. എൻ്റെ യേശുവിനെ എനിക്ക് സ്നേഹിക്കണം. അപ്പോൾ നമുക്ക് ആരെങ്കിലും പരസ്പരം കുറ്റം പറയുവാനില്ല, മറ്റുള്ളവരെ പഴിചാരാനില്ല, മറ്റുള്ളവന്റെ വളർച്ചയിൽ നമുക്ക് അസൂയപ്പെടാനില്ല, മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കുവാനും അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് നന്മ ചെയ്യുവാനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇതാണ് ഈ ഇച്ചിലമ്പാടിയിൽ ക്രിസ്ത്യാനികളായ നമുക്ക് നൽകുവാനുള്ളതായ ഏറ്റവും വലിയ സന്ദേശം. ഇതാണ് ഈ കൂടിവരവ് അതിന് ഇടയാകണമെന്നുള്ള ആശംസയാണ്, പ്രാർത്ഥനയാണ്, ആഗ്രഹമാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ളത്. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ ആരാണ് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഒക്കെ ജീവിതത്തിലൂടെയാണ്, നമ്മളുടെ യൂണിറ്റിയിലൂടെയാണ്. നമ്മൾ പരസ്പരം സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് എന്നുള്ള മഹാസത്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാം. അതിന് ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ, പുതിയ വർഷത്തിന്റെ നന്മകൾ നേരുന്നു.